ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ക്രഞ്ചിയും ക്രിസ്പിയുമായിട്ടുള്ള നല്ലൊരു പൊട്ടറ്റോ ഫ്രൈഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസിലോ നമ്മുടെ കയ്യിലുള്ള ഏത് സൈസാലും കുഴപ്പമൊന്നുമില്ല. ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും ഒന്നും പ്രശ്നമില്ല. അതിനുശേഷം ഞാൻ നല്ലതുപോലെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതിന് പുറമൊക്കെ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിന് പുറത്തുള്ള അഴുക്കൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പുറത്തുള്ള സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ അളവിൽ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബൗളിലേക്ക്, അത്യാവശ്യം വലിയൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് എടുക്കണം. ഈ വെള്ളത്തിലേക്ക് വേണം നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് അരിഞ്ഞിടാനായിട്ട്. എങ്കിൽ മാത്രമേ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പുറത്തുള്ള ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു സ്ലൈസറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉള്ളത് തന്നെയാണ് ഇതുപോലുള്ള സ്ലൈസർ. ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് കത്തി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അധികം അതായത് കനത്തിലെടുക്കരുത്. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഈ കനം കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇത്രയും കനം മാത്രമേ ഉള്ളൂ, ഒരുപാട് വേണ്ട. നമ്മൾ സാധാരണ പൊട്ടറ്റോ ചിപ്സൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കനം വേണം വേണ്ടത്. ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞെടുക്കണം. സാധാരണ നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് തന്നെ മാക്സിമം ഒന്ന് അരിഞ്ഞിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ പെട്ടെന്ന് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കറുത്ത് പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഇതിലുള്ള സ്റ്റാർച്ചൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്യാൻ പറ്റണം. നമുക്ക് കണ്ട ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്യാൻ പറ്റണം. അതായത് നമ്മളിപ്പോൾ നല്ല കനത്തിലാണ് ഇത് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. അതിൻ്റെ പേരിലാണ് നല്ല തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്ലൈസറൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ വളക്കി ഒടുക്കിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇതുപോലെ അത്യാവശ്യം നല്ലൊരു സ്ലൈസറാണ് കേട്ടോ, നല്ല ഷാർപ്പായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ആയിട്ടുള്ള ഒന്നായിരിക്കും. നല്ല ഷാർപ്പാണ്. കൈ അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതിലൊന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ എല്ലാ ഉരുളക്കിഴങ്ങും നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മാറ്റാം. ഈ ഒരു രീതിക്ക് നമ്മളെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളി അല്ലി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ പച്ചമുളകിൽ തന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ മൈദാമാവാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരളവിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉരുളക്കിഴങ്ങുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് മാവ് എടുക്കേണ്ടി വരും. ഇതുപോലെ കുറച്ച് മൈദാമാവ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ അളവിൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കോൺഫ്ലോറും കൂടി. അപ്പോൾ കോൺഫ്ലോർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല, പകരം മൈദാമാവ് മാത്രമേ ഉള്ളൂവെങ്കിൽ മൈദാമാവ് മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടിയാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് മല്ലിയിലയും കൂടി. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മല്ലിയിലേക്ക് പകരം കറിവേപ്പിലയാണ് ചേർക്കാനായിട്ട് ഇഷ്ടമെങ്കിൽ കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി നമ്മുടെ ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ടും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ടും വേണ്ട, ആ ഒരു രീതിക്ക് വേണം നമ്മളൊരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരുപാട് കട്ടിക്കെടുക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ പീസാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യണം. ഇതുപോലൊന്ന് ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ സമയത്ത് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിടർന്ന് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കണം, ഇതേ ഷേപ്പിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടൂത്ത് പിക്ക് ഇങ്ങനെ കുത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. പക്ഷേ പിന്നെ അതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇളക്കി എടുക്കേണ്ടി വരും. അതിന് പകരം ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഇതൊന്നും മടങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫസ്റ്റ് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ടാകണം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ഉരുളക്കിഴങ്ങായിട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം നമ്മുടെ മാവിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ചുരുണ്ടൊന്നും ഇരിക്കില്ല, എന്നാലും ചെറിയ രീതിയിലൊന്ന് ചുരുണ്ട് കിട്ടും, അത്രയും മാത്രമേ ഉള്ളൂ. നന്നായിട്ട് അതങ്ങനെ തന്നെ ചുരുണ്ടിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ ഈ ചുരുട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് കുത്തി കൊടുക്കണം. അതിന് ശേഷം അത് വെച്ച് മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെറുതായിട്ട് നാരിഞ്ഞതിന് ശേഷം മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് കാണാനായിട്ട് ഇച്ചിരി ഭംഗിയുണ്ടാവും, ചെറിയ രീതിയിലൊന്ന് ചുരുണ്ടിരിക്കുന്നത് കാണാനായിട്ടൊരു ഭംഗിയുണ്ടാവും, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ, ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ നല്ലതുപോലെ തീരെ കനം കുറഞ്ഞിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഒരുപാട് സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. നല്ലൊരു ചിലിജില എന്നുള്ള ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നല്ല എയർടൈറ്റ് ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ച വരയ്ക്കും. പിന്നെ നമുക്ക് വേറെ സ്നേക്കൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പറായിട്ട് ഇത് തന്നെ മതിയാവും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.